ഇടുക്കി കരിങ്കുന്നം നെല്ലാപ്പാറ കുരിശുപള്ളി വളവിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെ കരിങ്കുന്നം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഇന്നലെ ഇവിടെ കാറിന് പിന്നിൽ ലോറി ഇടിച്ച് അപകടമുണ്ടായി. കാറും ലോറിയും 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 2 വാഹനങ്ങളും പൂർണ്ണമായി തകർന്നു. 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടത്തിനിടെ കാറിന് പിന്നിൽ ലോറി ഇടിച്ച് ഇരു വാഹനങ്ങളും 35 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 MG യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. പാലാ ഭാഗത്തു നിന്ന് വന്ന ലോറി വളവിൽ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് മുൻപിൽ പോകുകയായിരുന്ന കാറിലിടിച്ച് 2 വാഹനങ്ങളും താഴേക്ക് പതിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇന്നലെ വൈകുന്നേരം 6:15 അപകടം. MG യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി രജിസ്ട്രാർമാരായ കോലാനി ഇലവുംതടത്തിൽ EK സജീവ്, അമയപ്ര തുരുത്തിപ്പള്ളിൽ ജിൻസൺ, യൂണിവേഴ്സിറ്റി ജീവനക്കാരായ ഏഴല്ലൂർ സ്വദേശിനി സിമി, ചിത്തിരപുരം സ്വദേശിനി ബിഞ്ചുമോൾ തോമസ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. 4 പേരും കോട്ടയത്ത് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിൽ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി ജയകുമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 5 പേരെയും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിഞ്ചുമോൾ ഗർഭിണിയാണ്. ഇവരെ സാരമായ പരിക്കുകളോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നെല്ലാപ്പാറ കുരിശുപള്ളി വളവിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. കഴിഞ്ഞ നവംബറിൽ ഇതേ സ്ഥലത്ത് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. അന്ന് തകർന്ന ക്രാഷ് ബാരിയർ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഇതിന് പിന്നാലെ നിരവധി അപകടങ്ങൾ മേഖലയിൽ നടന്നു. ഇവിടെ റിബൺ കെട്ടിവെച്ചത് മാത്രമാണ് ഏക സുരക്ഷാ സംവിധാനം. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി ഇന്ന് റോഡ് ഉപരോധിച്ചു. ായിട്ട് ഇവിടെ നിരന്തരം വണ്ടികൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇതിനു മുമ്പും ചാനൽ വഴിയും വാർത്താ മാധ്യമങ്ങളിൽ കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഈ മാസത്തെ 4ാമത്തെ അപകടമാണ്. ഇതിനു മുമ്പ് ഒരു കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അതിലെ ഡ്രൈവർ മരണപ്പെടുകയുണ്ടായി. പക്ഷെ ഇത്രയധികം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികാരികൾ എന്തുകൊണ്ട് ഇവിടെ അതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നില്ല? ഇന്നലെയും ഇവിടെ ഒരു അപകടം നടന്നു. അപ്പോൾ ഇത് അവർക്ക് ഇതൊന്നും കാണേണ്ട കാര്യമില്ല. നാളെ അവരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നടപടി എടുക്കും. കാരണം ജനങ്ങളെ ഇവിടെ ഉള്ള നാട്ടുകാർ ഞങ്ങളിത് കണ്ടു മടുക്കും. കാരണം ഈ പാലാത്തോട് റൂട്ടിൽ ഈ ഒരു വളവ് തൊട്ട് താഴെ ചുരപ്പട്ടാളം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇത് നിരന്തര അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് PWD അല്ലെങ്കിൽ KSTB ഇതിനെ നടപടി സ്വീകരിക്കാറ്? അല്ലെങ്കിൽ ഈ അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പാലാ തൊടുപുഴ റോഡ് ഇനി ഞങ്ങൾ ശക്തമായ രീതിയിൽ ഉപരോധിക്കും. അതാണ് ജനങ്ങളുടെ ആവശ്യം. ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കരുവേലി തേക്കാനോ ഒന്നുമല്ല. ഇത് കരിങ്കുന്നത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ്.